60+ സെറ്റ് ബ്രിജി കേറ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു സ്മൂത്തി ഉണ്ടാക്കാം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം വെച്ചിട്ടുള്ള സ്മൂത്തി ഉണ്ടാക്കാം. അതിൽ പപ്പയൊന്നും ഇടണമെന്നില്ല. ബനാന, അത് റോബസ്റ്റ പഴമായിരിക്കും അതിൽ ഏറ്റവും നല്ലത്. പിന്നെ ആപ്പിൾ, പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പിന്നെ ക്യൂക്യുംബർ, അങ്ങനെയുള്ള ഇത് അടിച്ച് നമ്മൾ നല്ലപോലെ അടിച്ച് കഴിഞ്ഞ് അതിൽ നമുക്ക് ചിയ സീഡോ അങ്ങനെയൊക്കെ ഇട്ടിട്ട്, ചിയ സീഡ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡൊക്കെ ഇട്ടത് എല്ലാം ആരോഗ്യത്തിന് നല്ലതാണ്. അത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കണം കേട്ടോ. അല്ലാതെ അത് സ്മൂത്തിയും പിന്നെ അതിൻ്റെ കൂടെ വളരെ ഹെവി ആയിട്ട് മറ്റൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ പോലെ അവരുടെ ന്യൂട്രീഷൻ പറഞ്ഞ 2 ചപ്പാത്തി ഒരു സബ്ജി മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഷി ആസ്റ്റ് ദാറ്റ് ഈസ് ബിഫോർ മീൽ ഓർ ആഫ്റ്റർ മീൽ. അങ്ങനെ ആവരുത്. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കാം. ഇങ്ങനെ ഒരു വെജിറ്റബിള് നമ്മുടെ നാട്ടിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇത് വളരെ നല്ല B1, B5 ആൻഡ് കാൽഷ്യം, വിറ്റാമിൻ സി, അങ്ങനെ എന്തൊക്കെയോ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നൂൽക്കോൽ എന്നാണ് പറയുന്നതിന്. ഇവർ പറയുന്നത് നവിൽ കോസ് എന്ന് വെച്ചാൽ, നവിൽ എന്ന് വെച്ചാൽ മയിൽ എന്നാണ് അർത്ഥം. എനിവേ ആയതുകൊണ്ട് പിന്നെ മറ്റൊരു വെജിറ്റബിള് ഞാൻ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണിത്. ദിസ് ഈസ് ഷീമെ ബദനക്കായ് എന്ന് ഇവർ പറയും. ഇത് വാസ്തവത്തിൽ ഇതുപോലെ ഒരുപാട് വൈറ്റമിൻസും ഫൈബറും ഉള്ളതാണ്. BP ഒക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ സാലഡായിട്ട്, ഈവൻ റോ ആയിട്ട് നമ്മൾ സാലഡിലും ചേർക്കാൻ പറ്റും. വളരെ നല്ലത്. ഇത് രണ്ടും ഞാൻ അങ്ങനെ കോമൺ ആയിട്ട് നാട്ടിൽ കണ്ടിട്ടില്ല. ഇവിടെ എല്ലാവരും എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് സ്മൂത്തി ഉണ്ടാക്കാം. സ്മൂത്തിയിൽ അത് ഇടണ്ട. ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വേറെ ആരെങ്കിലും കട്ട് ചെയ്ത് തരാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അധികം നേരം വെക്കണമെങ്കിൽ 2 തുള്ളി ചെറുനാരങ്ങ നീര് ഒഴിച്ചാൽ മതി. അപ്പോൾ ഓറഞ്ച് ഇടണമെങ്കിൽ നമുക്ക് ആ സമയത്ത് പൊളിച്ച് ഇങ്ങനെ അതിൻ്റെ കുരു കളഞ്ഞിട്ടാൽ മതി. പിന്നെ ബീറ്റ്റൂട്ട് ചിലവർക്ക് അതിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ കളറോ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് വേറെ ആയിട്ട് അടിച്ചു കുടിച്ചാലും മതി. ഇപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും രോഗമുള്ളവർ ഇത് നമ്മൾ സ്മൂത്തി അടിക്കുമ്പോൾ അതിന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും മാത്രമാണ് കേട്ടോ അടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും രോഗം വരാതിരിക്കാനുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. പക്ഷെ അതിൽ കാലറിയും അതെല്ലാം നോക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ന്യൂട്രീഷനും ജലാംശവും എല്ലാം ഒന്നിച്ച് കിട്ടുന്നതാണ്. വാട്ടർമെലൻ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് അവക്കാഡോ ചേർത്തിട്ടുണ്ട്. അവക്കാഡോ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ബ്ലെൻഡറിലിട്ടിട്ട്, മധുരം ഇടണ്ട, ബ്ലെൻഡറിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. 3 രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഉണ്ടാക്കാം. ഇത് പിന്നെ ക്യൂക്യുംബറും പുതിന അങ്ങനെയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇതിൽ ചേർത്ത് അങ്ങനെ, അപ്പോൾ ഗ്രീൻ കളറിൽ കിട്ടും. ഇത് നമ്മൾ വാസ്തവത്തിൽ സ്ട്രോ ഒക്കെ ഇട്ട് കുടിക്കാൻ അത്രയും ലൂസായിരിക്കില്ല. കുറച്ച് കട്ടിയുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി ചിയ സീഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സ്ട്രോബെറി കട്ട് ചെയ്തത്, പൊമഗ്രാനറ്റിൻ്റെ അതൊക്കെ ഇടാം. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇത് നമുക്ക് ഏതെല്ലാം ഫ്രൂട്ട്സ് പറ്റും അസുഖമുള്ളവരാണെങ്കിൽ. അപ്പോൾ കാണാനും നല്ല ഭംഗി. അവർക്കിങ്ങനെ സ്ട്രോ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ ഓട്സ് പോലെയൊക്കെ, ഓട്സ് കഴിക്കില്ലേ, അതേപോലെ സ്പൂൺ കൊണ്ട് കഴിക്കാനും പറ്റും. കുറച്ച് നമ്മൾ എന്തായാലും കൂടുതൽ പഴങ്ങളൊക്കെ അടിക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ട് നമുക്ക് കോരി കഴിക്കുന്ന പാകത്തിലും നമുക്ക് കഴിക്കാം. അപ്പോൾ അതിൻ്റെ ടോപ്പിംഗ് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടെന്ന് മാത്രം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.